നയം മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് നയം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിന് PMCയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ നയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് PMC നടപ്പാക്കുക എന്ന നയമായിരുന്നു. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC നടപ്പാക്കുന്ന 2022 അശോക് ഗെഹ്ലോട്ട് ഭരിച്ച രാജസ്ഥാനിൽ ആദ്യമായി PMCയുടെ പരീക്ഷണശാലയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനാണ് PMCയുടെ ആദ്യ പരീക്ഷണശാലയെ മാറിയ ഒരു സംസ്ഥാനം BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം. അന്ന് രാജസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കൊപ്പം പിന്നീട് അവിടെ അധികാരം മാറിയെങ്കിലും അന്ന് കോൺഗ്രസ് തിരഞ്ഞെടുത്ത 681 സ്കൂളുകളിൽ PMC നടപ്പാക്കി. കോൺഗ്രസിൻ്റെ നയം PMCക്കെതിരാണെന്ന് ആരോടാണ് നിങ്ങളീ പറയുന്നത്? രണ്ടാമത്, കർണാടകയിൽ BJP സർക്കാർ പോയി അവിടെ സിദ്ധരാമയ്യ സർക്കാർ വരുമ്പോൾ 199 സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നു PMC പദ്ധതിയിൽ. ഹിമാചൽ പ്രദേശിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ 581 സ്കൂളുകളാണ് PMC പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിൽ 741 സ്കൂളുകളാണ് PMCയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ PMCയിൽ കോൺഗ്രസിൻ്റെ നയം എന്താണ്? നടപ്പാക്കുക തന്നെ. PMC എങ്കിൽ PMC നടപ്പാക്കിയിരിക്കും. NEP പദ്ധതി നടപ്പാക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റാണ് സാർ PMC. ആ PMC സ്കൂളുകളെ ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ NEPയെ ഞങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PMC നടപ്പാക്കുന്നത്. PMC നടപ്പാക്കാതെ മാറി നിന്ന 3 സംസ്ഥാനങ്ങൾ, ഒന്ന് വെസ്റ്റ് ബംഗാൾ, മറ്റൊന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. ഈ മൂന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. വെസ്റ്റ് ബംഗാളിൽ കഷ്ടകാലത്തിന് സർക്കാർ മാറി, BJP വന്നു, അവിടെ PMC പദ്ധതി നടപ്പാക്കി. ഇന്നത് നടപ്പാക്കാതെ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ് എന്നുള്ളതാണ്. കേരളം പോയി ഒരു അബദ്ധം കാണിച്ചു. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അനാവശ്യമായൊരു ഒപ്പിട്ട്, അന്ന് ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ടൊരു ഒപ്പിട്ട് പിന്നീട് ഒരു വള്ളി പിടിച്ചു. 20 ദിവസത്തിന് ശേഷം അതിന് പ്രായച്ചിത്തം എന്ന വണ്ണം ഇതാ ഉപസമിതി വരുന്നത് വരെ ഞങ്ങൾ ഈ തീരുമാനം കെപ്റ്റ് ഇൻ അബയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കത്തും കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്നതാണ് അതിൻ്റെ പരോക്ഷമായ അർത്ഥം. ഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പദ്ധതി നടപ്പാക്കാൻ പോകുന്നില്ല, ഇപ്പോൾ ഉടൻ നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജബി മേത്തർ, കൺഗ്രാജുലേഷൻസ്. യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം. കൃത്യതയോടുകൂടിയുള്ള മറുപടി നമുക്ക് വന്നല്ലോ. ഐ അപ്രീഷിയേറ്റ് ജബി മേത്തർ. ജബി മേത്തർ എന്ന നമ്മുടെ MP ഞാൻ അഭിനന്ദിക്കുകയാണ്. ജബി മേത്തർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? വെദർ ഫണ്ട്സ് ഹാവ് ബീൻ സാങ്ഷൻഡ് ഓർ റിലീസ്ഡ് ടു കേരള അണ്ടർ PMC. PMCയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ? PMCയുടെ ഭാഗമായി സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് പട്ടിക സഹിതം തിരിച്ചു കൊടുത്തു. 0 എന്ന് കാണുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടും കേരളവുമാണ്. അതായത് PMCയുടെ ഭാഗമായിട്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തോ എന്ന ചോദ്യത്തിന് ഇല്ല, 0 എന്ന് കാണുന്നത് 2 സംസ്ഥാനങ്ങളാണെന്ന് കേരളവും തമിഴ്നാടും. അതുവരെ ആരാണ്? VD സതീശൻ അല്ലേ? VD സതീശൻ എന്താ പറഞ്ഞത്? PMCയുടെ ഭാഗമായിട്ട് പണം കൈപ്പറ്റിയെന്ന്. PMCയുടെ ഭാഗമായിട്ടാണോ പണം കൈപ്പറ്റിയത്? ഇന്നിപ്പോൾ ജയന്ത് ചൗധരി എന്ന വിദ്യാഭ്യാസ സഹമന്ത്രി വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി SSKയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് മാത്രമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പോണൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 99.27 കോടി രൂപ മാത്രമാണ് സാങ്ഷൻ ചെയ്തത്. ഇതും PMCയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തമിഴ്നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കൊടുത്തത് തമിഴ്നാട് സുപ്രീം കോടതി പോയി. ഇതും കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ നമ്മളെ കളിപ്പിക്കുക എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അതിന്ന് പൊളിച്ചു കളഞ്ഞു. VD സതീശനെ ജബി മേത്തറുടെ ഒറ്റ ചോദ്യം കൊണ്ട് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരിക്കൽ കൂടി ജബി മേത്തർ, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഈ 99 കോടി രൂപ എന്താണെന്നറിയാമോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് CBSE സ്കൂളുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് പോയി തമിഴ്നാട്. അങ്ങനെ തമിഴ്നാടിന് അനുവദിച്ചു. തമിഴ്നാട് അനുവദിച്ചാൽ കേരളത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ കേസ് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട്, മുൻ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട് ഇത് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പറയുന്നുണ്ട്. 76 കോടി രൂപ RTയുടെ ഭാഗമായി ലഭിക്കേണ്ടത്, റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി ലഭിക്കേണ്ടത് 21 കോടി. അതാണ് ഈ 99 കോടി രൂപ കേരളത്തിന് കിട്ടിയത്. ഇനി കിട്ടേണ്ട PMCയുടെ ഭാഗമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള SSK ഫണ്ട് എത്രയാണെന്നറിയാമോ? അത് 2022-23 188 കോടി, 23-24 513 കോടി, 24-25 420 കോടി, മൊത്തം കൂടി വന്നാൽ 1065 കോടി വരും. ഈ 1065 കോടി രൂപയിൽ നിന്ന് 5 പൈസ ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത വന്നു. VD സതീശൻ പറഞ്ഞതുപോലെ PMCയുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൈപ്പറ്റിയിട്ടില്ല എന്ന് കേന്ദ്രം ഇന്ന് വ്യക്തമായിട്ട് മറുപടി നൽകി. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. എത്ര കള്ളത്തരങ്ങളാണ് പൊളിച്ചു കളഞ്ഞത്. നോക്കൂ,
ഈ PMC പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാലയങ്ങളിൽ ഒരെണ്ണം പോലും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ, ആ നടപടിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ആകെ കേരളത്തിലുള്ളത് 47 സ്കൂളുകളിൽ മാത്രമല്ല. 47 സ്കൂളുകൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ NCERT പഠിപ്പിക്കുന്ന നവോദയ സ്കൂളുകളും കേന്ദ്രീയ വിദ്യാലയങ്ങളും അടക്കമുള്ള 47 സ്കൂളുകളിലെ ഇന്ന് PMC പദ്ധതിയുള്ളൂ. അപ്പോൾ PMC പദ്ധതിയിൽ ഒപ്പുവെച്ച് തുടങ്ങിയത് സ്കൂളുകൾ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലായി. രണ്ടാമത്തേത്, PMC പണം കേരളം നേടിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള ഉത്തരമാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുക? നമ്മളിതൊരു ബാധ്യതയെ മാറിക്കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന വാചകമാണ് കേട്ടോ. നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായിട്ടില്ല സാർ. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രൊവിഷനുണ്ട്. നേരത്തെ മാധു പറഞ്ഞു. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഈ PMC പദ്ധതി നടപ്പാക്കിയതിനു ശേഷം ഒരൊറ്റ സംസ്ഥാനമേ PMC പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ടതിന് ശേഷം പിൻവാങ്ങിയിട്ടുള്ളൂ. ആ സംസ്ഥാനത്തിൻ്റെ പേര് പഞ്ചാബ് എന്നാണ്. 2023 അന്ന് ആം ആദ്മി പാർട്ടി വന്നതിന് ശേഷം 2023 ജൂലൈ മാസത്തിൽ ഈ PMC പദ്ധതി 2022 ഒപ്പിട്ട PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പഞ്ചാബ് സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ഏകപക്ഷീയമാണെങ്കിൽ തീരുമാറാൻ പറ്റുമോ? പിന്മാറാൻ തീരുമാനിച്ചു. അന്നെന്താ പിന്മാറാൻ തീരുമാനിച്ചത്? നിങ്ങളുടെ PMC സ്കൂളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ എമിനൻറ്റ് സ്കൂളുകൾ കൊണ്ടുവരും, അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, മികച്ച സ്കൂളുകൾ ഞങ്ങൾ തന്നെ സ്റ്റേറ്റ് സെൻറ്റേഡായിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായി അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന്. ഈ കാരണം സർവ്വശിക്ഷയുടെ ഭാഗമായിട്ടുള്ള മുഴുവൻ ഫണ്ട് തടഞ്ഞു വെച്ചു. എത്രയെ തടഞ്ഞു വെച്ചെന്നറിയാമോ? 515 കോടി. PMCയുടെ അല്ല, SSK പോലെ SSP സർവ്വശിക്ഷ പഞ്ചാബിന് വേണ്ടിയിട്ടുള്ള പണം അവിടെ തടയപ്പെട്ടു. അത് വന്നപ്പോൾ ഒരു വർഷക്കാലം ആം ആദ്മി പാർട്ടി കാത്തു. എന്നിട്ടൊടുവിൽ എന്ത് ചെയ്തു? ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് പിന്മാറിയ പഞ്ചാബ് വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ചോദിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ പണം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? PMCയിൽ ചേർന്നാലും PMCയിൽ നിന്ന് പുറത്താകാനും PMCയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും PMC പദ്ധതിയിൽ നിന്ന് ഇത് വേണ്ട, ഇത് ഇറങ്ങിപ്പോരാനും, ഇറങ്ങിപ്പോന്നതിന് ശേഷം ഇനി വീണ്ടും തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു കയറാനും ഉള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് പഞ്ചാബ്. ആ പഞ്ചാബിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് UDF കൺവീനർക്ക് നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക? എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നമ്മൾ നിർബന്ധിതരായി എന്ന് പറയാൻ കഴിയുക? പ്രിയ പ്രേക്ഷകർ, അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. PMC പദ്ധതി നടപ്പാക്കണം, അത് കോൺഗ്രസിൻ്റെ നയമാണ്. ആ കോൺഗ്രസിൻ്റെ നയത്തിൽ ഇന്നിപ്പോൾ ബലിയാടാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിലെ നേതാക്കളെ, അണികളെ, നിങ്ങളെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP കോൺഗ്രസിനെ അല്ല പരിഹസിക്കുന്നത്, BJP പരിഹസിക്കുന്നത് നിങ്ങളെയാണ്. ഇനി നാളെ ഒരു പൊതുസമൂഹം ഒറ്റുകാരെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ആ സാഹചര്യം എത്തിച്ചിരിക്കുന്നു. ഇതാരുടെ ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് നോക്കൂ, നാളെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത് എങ്ങനെയാ? PMC പദ്ധതി എന്ന NEP സംഘവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിക്കൊള്ളാം എന്ന് ഒപ്പിട്ടത് LDF സർക്കാരാണെങ്കിലും അത് നടപ്പാക്കാൻ, അത് പിന്മാറിയതിനു ശേഷം അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ച പാർട്ടി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ ഷംസുദ്ദീനാണ് എന്നുള്ളതാണ്. പാവം ഷംസുദ്ദീൻ എന്ന് പഴിച്ചു. ഷംസുദ്ദീൻ ഒടുവിൽ ഇപ്പോൾ നിൽക്കക്കള്ളിയിലാണ് പറയുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പ്രിയ പ്രേക്ഷകരെ, അന്ന് LDF സർക്കാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സാക്ഷാൽ KM ഷാജിയുടെ പ്രഖ്യാപനമായിരുന്നു. എന്താ KM ഷാജി തെരുവിൽ നിന്ന് പറഞ്ഞത്? ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും. അറബിക്കടൽ ഇപ്പോഴും അവിടെയുണ്ട് സാർ. പക്ഷേ KM ഷാജിയുടെ പ്രശ്നം അത് കഴിഞ്ഞപ്പോൾ KM ഷാജി പറഞ്ഞു തെരുവിൽ നിന്ന് പറയുന്ന പ്രസംഗങ്ങളൊന്നും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിൻ്റെ പേരാണ് സാർ ഇരട്ടത്താപ്പ് എന്നുള്ളത്. അന്ന് പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു, ഈ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതേ വള്ളി നിങ്ങളുടെ കാലിലും പിടികൂടും എന്നുള്ളത്. പക്ഷേ അന്ന് പറയാതെ ഒരു വലിയ ഒരൊറ്റ തള്ളായിരുന്നു, അറബിക്കടലിൽ കൊണ്ടുപോയി ഞങ്ങൾ തള്ളും. എന്നിട്ടിപ്പോൾ അറബിക്കടൽ അവിടെയുണ്ട്, PMC പദ്ധതി നടപ്പാക്കാൻ UDF ശ്രമിക്കുന്നു. PK നവാസ് എന്താ പറഞ്ഞത്? ഈ ഉപസമിതി കൂടുന്നത് അന്ന് ഏറ്റവും കൂടുതൽ LDF സർക്കാരിൻ്റെ അതിനെതിരെ സംഘടന സഫും ആണ് കേട്ടോ. അന്ന് MSFൻ്റെ പ്രക്ക നമ്മൾ കണ്ടതാ, ചൂടേറിയ നടപ്പാക്കുമല്ലോ, വർഗീയ കോംപ്രമൈസ്, ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നടപ്പാക്കുമ്പോൾ അതേ നിലപാടാണോ MSFനുള്ളത്? MSF എന്താ പറഞ്ഞത്? PK നവാസ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു, ഈ ഉപസമിതി വന്നിരിക്കുന്നത് ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്നത് ആലോചിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട PK നവാസ്, നിങ്ങളെയും പറ്റിച്ചു. ആ ഉപസമിതി ഒരു തീരുമാനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ കോൺഗ്രസിൻ്റെ നയം നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായി PMC പദ്ധതി. അതിനുള്ളൊരു കൺകിട്ട് മാത്രമായിരുന്നു ഈ മന്ത്രിസഭാ ഉപസമിതി, അതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളെ നാണം കെടുത്തി, ഷംസുദ്ദീനെ നാണം കെടുത്തി, മുസ്ലിം ലീഗിനെ നാണം കെടുത്തി. KC വേണുഗോപാൽ പറഞ്ഞെന്താ? മോദിയെയും അമിത്ഷായെയും നിർമ്മലാ സീതാരാമനെയൊക്കെ കണ്ടതിന് ശേഷം വർഗീയതയോടുള്ള ഒത്തുതീർപ്പാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ KC വേണുഗോപാൽ അങ്ങേയും പറ്റിച്ചു. ഇനി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ? പ്രത്യയശാസ്ത്രം അടിയറവ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
പ്രത്യയശാസ്ത്രം അടിയറവ് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങേയും പറ്റിച്ചിരിക്കുന്നു. വി ഡി സതീശൻ പറഞ്ഞത് അത് പിന്നെ പോട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ PMC പദ്ധതി നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ച LDF സർക്കാർ, ആ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഒരൊറ്റ സ്കൂൾ പോലും തിരഞ്ഞെടുക്കാതിരുന്ന LDF സർക്കാർ, PMCയുടെ ഭാഗമായി ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലാത്ത LDF സർക്കാർ, ഇന്നിപ്പോൾ ആ പദ്ധതി മരവിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതിന് പുനരുജ്ജീവിപ്പിച്ച് അതിന് വീണ്ടും ജീവൻ കൊടുത്ത് ആ പദ്ധതിയെ നടപ്പാക്കാൻ ഈ UDF തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ അതാരുടെ താല്പര്യമാണ് എന്നുള്ളതാണ്. കേവലം 3 MLA-മാരെ കൊണ്ട് BJPക്ക് കേരളത്തിൽ ഭരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് വിമർശനം. ചെറിയ വിമർശനമല്ല. ആ ഗവർണർ വന്ദേമാതരം ചൊല്ലിപ്പിച്ചത് മുതൽ ഇങ്ങോട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കും എവിടെയൊക്കെയാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. 35 MLA-മാരെയൊന്നും BJPക്ക് കിട്ടണ്ട, 3 MLA-മാരെ കിട്ടിയാൽ മതി, ഭരണം BJP നടത്തും എന്നുള്ളതിൻ്റെ തെളിവാണോ? അതാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്ന ചോദ്യം. അതിന് മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും വളരെ നിർഭാഗ്യകരമായ തീരുമാനമാണ്. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരിക്കൽ കൂടി ആ ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിൽ വരുന്നു. പച്ചക്കള്ളം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആളുകളെ മണ്ടന്മാരാക്കുന്ന പരിപാടി നിർത്തുക. ഇത് നിർബന്ധിതമായ ഒരു സാഹചര്യവും അതിനകത്തില്ല. LDF സർക്കാർ ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ടില്ല, ഒരു സ്കൂളും തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? 282 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കുമ്പോൾ അവർക്ക് വിവേചനാധികാരമുണ്ട്. അത് വിവേചനാധികാരമുള്ള ഡിസ്ക്രിഷണറി സെൻട്രൽ എയ്ഡുകളാണ്. ആ എയ്ഡിൽപ്പെട്ടതാണ് സർവശിക്ഷാ അഭിയാൻ. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന് തീരുമാനിക്കാം ഉപാധികൾ. ആ ഉപാധികൾ പാലിക്കണോ വേണ്ടിയെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം. നട്ടലുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വാക്ക് ശരിയല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, പക്ഷേ എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ വിൽ, ഞാനത് തിരുത്തുന്നു, പൊളിറ്റിക്കൽ വിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു രാഷ്ട്രീയ ഇച്ഛയുണ്ടായിരുന്നെങ്കിൽ ഷംസുദ്ദീനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും അടക്കമുള്ളവർ സമസ്തയുടെ താല്പര്യത്തെ മുൻനിർത്തി, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി, മതേതര സമൂഹത്തെ മുൻനിർത്തി, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന വിദ്യാഭ്യാസത്തെ കാവിയണിയിക്കരുത് എന്ന് താല്പര്യമുള്ളവരുടെ താല്പര്യത്തെ മുൻനിർത്തി പറയണമായിരുന്നു. PMC ഒപ്പുവെക്കാത്തതിൻ്റെ പേരിൽ സർവശിക്ഷാ കേരളയുടെ ഭാഗമായി പണം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ആ 1000 കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട, പകരം ആ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. LDF സർക്കാർ ആ പദ്ധതി ഫ്രീസ് ചെയ്ത ആ പോയിന്റിൽ അതവിടെ നിൽക്കും. ഇനി 9 മാസം മാത്രമേ ബാക്കിയുള്ളൂ ഈ പദ്ധതിക്ക് ആയുസ് ഓർമ്മിക്കണം. ആ 9 മാസത്തേക്ക് നിങ്ങൾ നടത്തിയ ഒത്തുതീർപ്പിന് ചരിത്രം ഒടുക്കിൽ രേഖപ്പെടുത്തുക. ഒറ്റുകൊടുക്കൽ എന്നാകാതിരിക്കട്ടെ. Meet the editors.